ഹായ് എവ്രി വൺ. NCVT സെക്കൻഡ് ഇയേഴ്സിൻ്റെ ഇലക്ട്രീഷ്യനിലെ കൺട്രോൾ പാനൽ വയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് കൺട്രോൾ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ആക്സസറീസ് ഏതൊക്കെയാണ് വരുന്നത്, പിന്നെ കൺട്രോൾ ക്യാബിനറ്റിൻ്റെ ലേ ഔട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഫസ്റ്റ്ലി ഇൻട്രൊഡക്ഷൻ നോക്കാം. എന്തൊക്കെയാണ് കൺട്രോൾ പാനൽ നമ്മൾ വയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു പ്രിപ്പയർ ലേ ഔട്ട് ഡ്രോയിങ് ആൻഡ് മാർക്കിംഗ് ഓൺ കൺട്രോൾ ക്യാബിനറ്റ്. ഒരു കൺട്രോൾ ക്യാബിനറ്റിൻ്റെ മേലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എന്താണ്, അതിൻ്റെ ലേ ഔട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ലേ ഔട്ട് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യണം. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ മാർക്കിംഗ് എല്ലാം പ്രോപ്പറായിട്ടുള്ള മാർക്കിംഗ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ് മസ്റ്റ് ഹാവ് എ ക്ലിയർ വിഷൻ ഓൺ മൗണ്ടിങ് കമ്പോണൻസ് ആൻഡ് ദെയർ പൊസിഷൻ. നമ്മൾ ഏതൊക്കെ കമ്പണൻസ് ആണ് കൺട്രോൾ പാനലിൻ്റെ അകത്ത് മൗണ്ട് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ കറക്റ്റ് പൊസിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് ഐഡിയ, ഒരു വീക്ഷണം നമുക്ക് ശരിക്കും ഉണ്ടായിരിക്കണം. നോ പെർട്ടിക്കുലർ മെത്തേഡ് ഈസ് ദർ ടു പ്രിപ്പയർ എ ലേ ഔട്ട്. ഒരു ലേ ഔട്ട് ഉണ്ടാക്കാൻ അങ്ങനെ പെർട്ടിക്കുലറായിട്ടൊരു ഇന്ന മെത്തേഡ് വേണം എന്നൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നീറ്റ് ലേ ഔട്ട് ഓൺ ദ കൺട്രോൾ ക്യാബിനറ്റ് ഈസ് റിക്വയർഡ്. നമ്മൾ ഉണ്ടാക്കുന്ന ഈ കൺട്രോൾ ക്യാബിനറ്റിൽ ഒരു നീറ്റായിട്ടുള്ള ഒരു ലേ ഔട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള നീറ്റ് ലേ ഔട്ടാണ് നമുക്ക് വേണ്ടത്. പിന്നെ പെർട്ടിക്കുലർ മെത്തേഡൊന്നും വേണമെന്നില്ല, ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. ഇനി ബേസിക് തിങ്സ് ടു റിമെമ്പർ വെൻ പ്രിപ്പയറിങ് ലേ ഔട്ട് ആർ. ഒരു ലേ ഔട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. The display and indicating instruments should be selected on the top position. കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറയണത്, എല്ലാം ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഡിസ്പ്ലേ എലമെൻറ്റ്സ് അതുപോലെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, കൺട്രോൾ പാനലിൻ്റെ ടോപ്പിലായിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. അതായത് ഇപ്പം ഇൻഡിക്കേറ്റിംഗ് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളതിൽ റെഡ് ഓർ ഗ്രീൻ ലൈറ്റൊക്കെ ഉണ്ടാവുമല്ലോ, ആ ലൈറ്റ് ആയിരിക്കും അത്. അല്ലെങ്കിൽ പിന്നെ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ എവിടെ വെക്കണം എപ്പോഴും, ഡിസ്പ്ലേ എന്തെങ്കിലും LED ഡിസ്പ്ലേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പിൽ വെക്കുക. നമ്മൾ ആദ്യമേ കാണുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത്. ഹെവി ആൻഡ് റെയർ ഓപ്പറേറ്റിംഗ് ഡിവൈസസ് ടു ഫിക്സഡ് ഓൺ ദ ബോട്ടം ലൈക്ക് ഫ്യൂസ്, ബ്രേക്കറൊക്കെ. ഫ്യൂസ്, ബ്രേക്കർ പോലെയുള്ള ഹെവി ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ഡിവൈസ് അല്ലെങ്കിൽ റെയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, എപ്പോഴും നമ്മൾ ഉപയോഗം വരാത്തതായിട്ടുള്ള ഓപ്പറേറ്റിംഗ് ഡിവൈസൊക്കെ എന്ത് ചെയ്യാം, അതിൻ്റെ ബോട്ടം താഴെ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യാം. കമ്പണൻസ് ആൻഡ് ഫിക്സ്ചേഴ്സ് ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് സ്പേസ് ഇൻ ബിറ്റ്വീൻ ദം ഫോർ റിപ്പയർ ആൻഡ് റീപ്ലേസ് റിക്വയർമെൻറ്റ്സ്. നമ്മൾ വെക്കുന്ന കമ്പണൻസിൻ്റെയും ഫിക്സ്ചേഴ്സിൻ്റെയൊക്കെ ഇടയ്ക്ക് എന്ത് വേണം, സഫിഷ്യൻറ്റ് സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും റിപ്പയറോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഭാവിയിൽ റീപ്ലേസ്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള സ്ഥലമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ അതിനകത്ത് കണ്ടുവയ്ക്കണം. ടു മച്ച് സ്പേസ് വിൽ ഇൻക്രീസ് ദ സൈസ് ഓഫ് ദ ക്യാബിനറ്റ്. ഇനി അങ്ങനെ സഫിഷ്യൻറ്റ് സ്പേസ് കാണണം എന്ന് കരുതിയിട്ട് ഒരുപാട് സ്പേസ് ലീവ് ചെയ്യാനും പാടില്ല. കാരണം പിന്നെ അതെന്ത് ചെയ്യും, ക്യാബിനറ്റിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ആവശ്യത്തിനുള്ള സ്പേസ് മാത്രമേ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വിടാൻ പാടുള്ളൂ. ഫോളോ റെലവൻറ്റ് റൂൾസ് ഫോർ ബെറ്റർ റിസൾട്ട്സ്. അപ്പം ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് നമ്മൾ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യുക. ബെറ്റർ റിസൾട്ട്സ്, അതായത് കറക്റ്റ് പൊസിഷനും അതുപോലെ സ്പേസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സാധാരണ പറയാറുണ്ട്. ഇലക്ട്രിസിറ്റി റൂൾസ് ഉണ്ടാവും, അതൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ലേ ഔട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി ലേ ഔട്ട് മാർക്കിംഗ്. ഫോർ ഡെവലപ്പിംഗ് പവർ ആൻഡ് കൺട്രോൾ സർക്യൂട്ട് ഫോർ എ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. നമ്മളിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ സീക്വൻസ് ഓഫ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പവർ ആൻഡ് കൺട്രോൾ സർക്യൂട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പവർ ആൻഡ് കൺട്രോൾ സർക്യൂട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നോക്കുന്നത്. ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ, കൺട്രോൾ, ഇൻഡിക്കേഷൻ ആൻഡ് മെഷറിംഗ് ആക്സസറീസ് ഷുഡ് ബി ഫൈനലൈസ്ഡ്.
അങ്ങനെയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഡിവൈസസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് പ്രൊട്ടക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, കൺട്രോൾ ഡിവൈസസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് കൺട്രോളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇൻഡിക്കേഷൻ ഏതൊക്കെയാണ് വേണ്ടത്, മെഷറിംഗ് ആക്സസറീസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, തീരുമാനിക്കണം. കൺസിഡർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കൺട്രോൾ പാനൽ. ആ കൺട്രോൾ പാനലിൽ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കൺട്രോൾ പാനലിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ അതെല്ലാം കൺസിഡർ ചെയ്യാം. വൈൽ ഡിസൈനിങ് ദ കൺട്രോൾ പാനൽ, കൺസിഡർ ദ ഔട്ടർ ഡയമെൻഷൻ, ദ സ്വിംഗ് ഏരിയ ഓഫ് ക്യാബിനറ്റ് ഡോർസ് ആൻഡ് ഏരിയ റിക്വയർഡ് ഫോർ മെയിൻ്റനൻസ് ആൻഡ് ടൂൾ കിറ്റ്. കൺട്രോൾ പാനൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഔട്ടർ ഡയമെൻഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. സ്വിംഗ് ഏരിയ ഓഫ് ദ ക്യാബിനറ്റ് ഡോർ, ക്യാബിനറ്റിൻ്റെ ഡോർ അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുമ്പം അത് കവർ ചെയ്യുന്ന ഏരിയ, എത്ര കണ്ട് ഏരിയയിലാണ് അത് സ്വിങ് ചെയ്യണത് എന്നുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ആൻഡ് ദ ഏരിയ റിക്വയർഡ് ഫോർ ദ മെയിൻ്റനൻസ് ആൻഡ് ടൂൾ കിറ്റ്, നമ്മളൊരു മെയിൻ്റനൻസ് അല്ലെങ്കിൽ ടൂൾസ് കിറ്റൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള ഏരിയ എത്ര കണ്ട് വരും എന്നുള്ളതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. Provide arrangements for cooling, fan and dehumidifier along with the filters and intake and exhaust vents when used under high temperature, humidity and dust condition. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വെക്കാൻ പോകുന്ന ഈ കൺട്രോൾ പാനൽ എന്ന് പറയുന്നത് പല അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ അതിന് ടെമ്പറേച്ചർ കൂടിയ ഹൈ ടെമ്പറേച്ചറുള്ള ഏരിയയിലാണ് വർക്ക് ചെയ്യണതെങ്കിൽ കൂളിംഗ് ഫാൻ പ്രൊവൈഡ് ചെയ്യണം. ഹ്യൂമിഡിറ്റി കൂടിയ സ്ഥലത്താണെങ്കിൽ ഡീഹ്യൂമിഡിഫയറും കൂടെ അതിൻ്റെ കൂടെ വെക്കേണ്ടി വരും. ആൻഡ് വിത്ത് ഫിൽട്ടേഴ്സ് ആൻഡ് ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് വെൻറ്റ്, ഡസ്റ്റൊക്കെ ഉള്ള കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫിൽട്ടർ യൂസ് ചെയ്യണം. ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റും വെൻറ്റുകളും നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യണം. ഇനി കൺട്രോൾ പാനലിൻ്റെ സൈസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നോർമലി എന്തായിരിക്കും, നമ്മളതിൻ്റെ സൈസ് സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് വെക്കുന്നത്, അത് എത്ര കണ്ട് വെക്കണം, അതിനൊക്കെ കൺസ്യൂം ചെയ്യുന്ന സ്പേസ് എത്രയാണ് എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ സൈസ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഒരു കൺട്രോൾ പാനലിൻ്റെ സൈസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, കൺട്രോളിങ് എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, മെഷറിംഗ് എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, ഇൻഡിക്കേറ്റിംഗ് ഏതൊക്കെയാണ്, വയറിംഗ് ആക്സസറീസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യണത്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, അതിൻ്റെ അളവ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് വരിക, ടോട്ടൽ കൺട്രോൾ പാനലിൻ്റെ സൈസ് നിശ്ചയിക്കാൻ പറ്റുന്നത്. While selecting the control and protective accessories of the control panel, ഇനി കൺട്രോൾ പാനലിൻ്റെ കൺട്രോൾ ആൻഡ് പ്രൊട്ടക്റ്റീവ് ആക്സസറീസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ദ ഫുൾ ലോഡ് കറണ്ട് ഓഫ് ദ ഇൻഡിവിജ്വൽ ലോഡ്, പല ലോഡുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാകും, അതിനകത്ത് ഓരോ ഇൻഡിവിജ്വൽ ലോഡിൻ്റെയും ഫുൾ ലോഡ് കറണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ ലോഡ് ആൻഡ് ഡ്യൂട്ടി സൈക്കിൾ, ടോട്ടൽ ലോഡ് എത്ര കണ്ട ആ കൺട്രോൾ പാനലിൻ്റെ മേലെ വരുന്ന ടോട്ടൽ ലോഡ് എത്രയാണെന്ന് നോക്കണം. ഡ്യൂട്ടി സൈക്കിൾ, അതായത് വർക്ക് ചെയ്യുന്ന സമയം, അതിൻ്റെ ഒരു പീരീഡിനകത്ത് എത്ര ടൈം അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. സൈമിൾട്ടേനിയസ് ഓപ്പറേഷൻ ഓഫ് ദ ലോഡ്, ലോഡിൻ്റെ ഓപ്പറേഷൻ കൺസിഡർ ചെയ്യണം. ആൻഡ് 25% അഡീഷണൽ ലോഡ് കപ്പാസിറ്റി ഓഫ് ദ മോട്ടർ, മോട്ടറിൻ്റെ ലോഡ് കപ്പാസിറ്റിനേക്കാളും ഒരു 25% അഡീഷണൽ നമ്മൾ വെക്കണം. അത് ഇൻ കേസ് എന്തെങ്കിലും എക്സ്ട്രാ ലോഡ് ഫ്ലോ കറണ്ട് ഫ്ലോ വന്നു കഴിഞ്ഞാൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ 25% അഡീഷണൽ ലോഡ് കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യണത്. ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളതാണ് ഒരു ടിപ്പിക്കൽ ലേഔട്ട് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഒരു ഈ ഷേപ്പ് പോലെ കാണുന്നത് അതാണ് നമ്മുടെ റേസ് വേസ് എന്ന് പറയുക. നടുക്ക് കാണുന്ന ഒരു 4 ലൈനുള്ള കോപ്പി ലൈന് പോലെ 4 ലൈനിൽ വെച്ച് കാണുന്നില്ലേ, അതാണ് ഡിൻ റെയിൽ എന്ന് പറയും. ഈ ഡിൻ റെയിലിൻ്റെ മേലെയാണ് നമ്മൾ എക്യുപ്മെൻറ്റ്സ് ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ മൗണ്ട് ചെയ്യാം. റേസ് വേസ് ആണ് നമ്മൾ വയറുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വയറുകളെ കടത്തി വിടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ റേസ് വേസ് എന്ന് പറയുന്നത്. അതടുത്ത സ്ലൈഡുകളിലായിട്ട് അതിൻ്റെ ഫിഗറും അതിൻ്റെ വർക്കിങ്ങും ശരിക്കും കാണിക്കുന്നതായിരിക്കും. കട്ടിംഗ് ആൻഡ് ഡ്രില്ലിംഗ്, ദ മൗണ്ടിങ് ഓർ ഫിക്സിംഗ് ഹോൾസ് അലോങ് വിത്ത് നെസസറി ടേപ്പ് ഓർ ഡൈ ഇൻ സ്യൂട്ടബിൾ സൈസ് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ ദ ഫ്രണ്ട് ഡോർ ആൻഡ് ഇൻസൈഡ് ഓഫ് ദ കൺട്രോൾ പാനൽ. പ്രോപ്പറായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡ്രില്ല് ചെയ്യുക ചെയ്യും ഇതിൻ്റെ ഫ്രണ്ട് ഡോറിലും അല്ലെങ്കിൽ കൺട്രോൾ പാനലിൻ്റെ ഇൻസൈഡിലൊക്കെ ആയിട്ട്. ഒക്കെ എന്തിനാണ്, ഹോൾസ് ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ മൗണ്ട് ചെയ്യുകയാണ് ചെയ്യണത്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കണക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് കണക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡ്രില്ല് ചെയ്യുന്നത്, നമ്മൾ ഹോൾസ് പ്രൊവൈഡ് ചെയ്യണത് അതിൻ്റെ പുറത്തായിട്ട്.
raceways, form of cable ducting used to carry the wiring between the components. കമ്പണൻസിൻ്റെ ഇടയ്ക്ക് നമ്മൾ വയറിങ്ങുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, റേസ്വേസ് ചെയ്യണത്. അതൊരു കേബിൾ ഡക്റ്റിംഗ്, കേബിളുകൾ കടത്തി വിടാനുള്ള ഒരു പ്രൊവിഷൻ, അത് മാത്രമാണ് നമ്മൾ റേസ്വേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then minimum spacing between the components and raceways should be 100 mm for 415 volt systems and 50 to 75 mm for less than 415 system. 415 വോൾട്ട് വരെയുള്ള സിസ്റ്റം, 415 ഉള്ള സിസ്റ്റം ആണെങ്കിൽ 100 mm വരെ ഓരോ റേസ്വേസിൻ്റെ ഇടയ്ക്കും സ്പേസിങ് കൊടുക്കണം. ഇത് ഓരോ വയറുകൾ കൊടുക്കുന്ന ഡക്റ്റിൻ്റെ ഇടയ്ക്കും 100 mm സ്പേസിങ് വേണം. ഒരു ഇൻസുലേഷൻ ഫെയിലിയർ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനകത്ത് ഓവർ ഹീറ്റിംഗ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ 415 വോൾട്ട് സിസ്റ്റത്തിൻ്റെ താഴെയാണെങ്കിൽ, അത് അത്രയും വോൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, അതിന് കുറഞ്ഞതാണെങ്കിൽ 50 മുതൽ 75 mm വരെ അതിനകത്ത് സ്പേസിങ് കൊടുത്താൽ മതിയാവുമായിരിക്കും. ദെൻ ഡിൻ റെയിൽ എന്താണെന്ന് നേരത്തെ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്യുപ്മെൻറ്റ്സ് മൗണ്ട് ചെയ്യാൻ വേണ്ടി കൺട്രോൾ പാനലിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യുന്ന എക്യുപ്മെൻ്റാണ് എന്ത്, ഡിൻ റെയിൽ. മെറ്റൽ റെയിൽ, അതൊരു മെറ്റൽ റെയിലാണ്, മെയ്ഡ് ഫ്രം കോൾഡ് റോൾഡ് കാർബൺ സ്റ്റീലാണ്. കാർബൺ സ്റ്റീലിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്, കോൾഡ് റോൾഡ് കാർബൺ സ്റ്റീൽ വിത്ത് സിങ്ക് പ്ലേറ്റഡ് ഓർ ക്രോമേറ്റ് ബ്രൈറ്റ് സർഫസ്. സിങ്ക് പ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്രോമേറ്റ് ബ്രൈറ്റ് സർഫസ് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു കോൾഡ് റോൾഡ് കാർബൺ സ്റ്റീൽ ഷീറ്റാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ഡിൻ റെയിലിന് വേണ്ടി യൂസ് ചെയ്യണത്. ഈസ് യൂസ്ഡ് ടു മൗണ്ട് ദ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആൻഡ് കൺട്രോൾ ആക്സസറീസ് വിത്തൗട്ട് യൂസിങ് സ്ക്രൂസ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമുക്കിവിടെ സ്ക്രൂസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇത് അതിൻ്റെ മേലേക്ക് ഡയറക്റ്റ് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതിയാവുമായിരിക്കും. ഇതാണ് ഫിഗർ, കൺട്രോൾ പാനലിൻ്റെ ഒരു ഇൻസൈഡ് ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നടുക്ക് കണ്ടില്ലേ, സ്കെയിൽ പോലെ 3 എണ്ണം കാണാനുണ്ട് നമുക്ക്. ആ കാണുന്നതാണ് ഡിൻ റെയിൽ പറയണത്. അതായത് നമ്മൾക്ക് റൈറ്റ് സൈഡിൽ കാണാം, സ്ക്രൂ ഇട്ട് ഡിൻ റെയിലിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും കൺട്രോൾ പാനലിൻ്റെ ബോഡിയുടെ മേലേക്ക്. അതിൻ്റെ ചുറ്റും കുറേ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ആയിട്ട് ഒരു ലേഡർ ലൈക്ക് സ്ട്രക്ചർ നമുക്ക് അതിൻ്റെ ചുറ്റുഭാഗം ഈ ഷേപ്പിൽ വെച്ചത് കാണാം. അതാണ് റേസ്വേസ്. അതിനകത്ത് ആ ഹോൾസ് ഇട്ടിട്ടുണ്ട്. ആ ഹോൾസിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വയറുകളെ കടത്തിവിടുക. അതാകുമ്പോൾ വയറിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വൃത്തികേടായി കിടക്കാതെ അതിൻ്റെ അപ്പിയറൻസ് ബെറ്റർ ആയിട്ട് നമുക്ക് കാണുന്ന രീതിയിൽ ഇരിക്കാനും കൂടെ ഇത് സഹായിക്കും, ഈ റേസ്വേസ് സഹായിക്കും. മൗണ്ടിങ് ആൻഡ് വയറിങ് ദ ആക്സസറീസ് ഇൻ കൺട്രോൾ പാനൽ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, വയറിങ് ആക്സസറീസ് അല്ലെങ്കിൽ മൗണ്ട് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ പാനലിൽ വെക്കുമ്പോൾ എന്തൊക്കെയാണ് നോക്കണമെന്ന്. സഫിഷ്യൻറ്റ് സ്പേസ് ഫോർ ഈസി മെയിൻ്റനൻസ്, വയറിങ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്. ഈസി മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള സഫിഷ്യൻറ്റ് സ്പേസിങ് കൊടുക്കണം. വയറിങ്ങിനും ട്രബിൾ ഷൂട്ടിങ്ങിനും എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അത് നോക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അത്യാവശ്യം സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. എല്ലാം കൂടെ കൂട്ടി ഒരുമിച്ചായി കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് നോക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് അത്യാവശ്യം സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ദ മൗണ്ടിങ് ഷുഡ് നോട്ട് മൂവ് ഓർ ലീൻ ഇൻ ദ ഡിൻ റെയിൽ ഡ്യൂ ടു ദ വൈബ്രേഷൻ ഓർ സ്ട്രെയിൻ ഡ്യൂ ടു കേബിൾസ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേബിൾസിൽ നമ്മൾ സ്ട്രെയിൻ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും വൈബ്രേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മൗണ്ട് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഡിൻ റെയിലിൽ നമ്മൾ സ്ക്രൂ ചെയ്യണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡിൻ റെയിലിൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാനോ ലീൻ ചെയ്യാനോ പാടില്ല. ആ രീതിയിലായിരിക്കണം അത് എന്ത് ചെയ്യേണ്ടത്, ഫിക്സ് ചെയ്ത് വെക്കേണ്ടത്. And the contactor can be either flush mounted onto the cases or din rail mounted. നമ്മൾ കോണ്ടാക്ടർ വെക്കുന്ന സമയത്ത് സ്റ്റാർട്ടറിലൊക്കെ കോണ്ടാക്ടർ വരും. കോണ്ടാക്ടർ വെക്കുന്ന സമയത്ത് ഒന്നുകിൽ ഫ്ലഷ് മൗണ്ടഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, ഡിൻ റെയിലിലേക്ക് മൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കണം. All the internal wiring should be terminated in the top and external wiring in the bottom of the connectors to avoid the crossover of the both wirings. നമ്മൾ കണക്ടറിലേക്ക് നമ്മൾ ഈ വയറുകളെല്ലാം കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രോസ് ഓവർ ഒഴിവാക്കാൻ വേണ്ടി, അത് വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടി പിണഞ്ഞ് കിടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇൻറ്റേർണൽ വയറിംഗ് എല്ലാം ടോപ്പിൽ എൻഡ് ചെയ്യുകയും എക്സ്റ്റേണൽ വയറിംഗ് എല്ലാം കണക്ടറിൻ്റെ ബോട്ടത്തിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ കണക്ട് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്കത് കാണാനും എളുപ്പമാണ്. ഏതൊക്കെ വയറുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, എന്തിനൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാനും എളുപ്പമാണ്. ക്രോസ് ഓവറായി കിടന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. An earth terminal, usually green or green yellow, to be clamped to the rail and ensure the cabinet and door are earthed properly. നമ്മൾ എന്ത് ചെയ്യുക, ഡിൻ റെയിലിലേക്കും അതേപോലെ ക്യാബിനറ്റ് ഡോറിലേക്കും എല്ലാം എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള എർത്തിങ് പ്രൊവൈഡ് ചെയ്യണം. സാധാരണ നമ്മൾ ഗ്രീൻ അല്ലെങ്കിൽ ഗ്രീൻ യെല്ലോ ടെർമിനൽ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അതിന് കളർ കൊടുത്തിട്ടുണ്ടാവുക. ടെർമിനലിന് യൂഷ്വലി ഗ്രീൻ ഓർ ഗ്രീൻ യെല്ലോ കളർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, റെയിലിലേക്കും ക്യാബിനറ്റിലേക്കും ഡോറിലേക്കും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ പ്രോപ്പർലി നമ്മൾ ആ ഒരു കൺട്രോൾ ക്യാബിനറ്റിനെ മൊത്തം
എർത്ത് ചെയ്യണം. റൂട്ടിംഗ്. The conductors and the cables should run from the terminal to terminal without any intervening joints or crossover. അതായത് കണ്ടക്ടേഴ്സും കേബിൾസും ഒക്കെ ഒരു ടെർമിനലിൽ നിന്ന് മറ്റൊരു ടെർമിനലിലേക്ക് മറ്റൊന്നിൻ്റെ മേലെ ക്രോസ് ചെയ്യാതെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് റൺ ചെയ്ത് പോകണം. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്നാൽ ഇൻ്റർവെനിങ് ജോയിൻസ് ഒന്നും പാടില്ല, ക്രോസ് ഓവർ ചെയ്യാനും പാടില്ല. ആൻഡ് പ്രൊവൈഡ് എക്സ്ട്രാ ലെങ്ത് അറ്റ് കണക്ടർ ഓർ ടെർമിനൽസ് ഫോർ മെയിൻ്റനൻസ് ആവശ്യമുള്ള സമയത്തിന് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ വേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, കണക്ടറിൻ്റെ അല്ലെങ്കിൽ ടെർമിനൽസിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുക, എക്സ്ട്രാ ലെങ്ത് പ്രൊവൈഡ് ചെയ്യണം. കറക്റ്റ് ലെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. യൂസ് ഡിഫറെൻറ്റ് കളർ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് കൺട്രോൾസ് ആൻഡ് ഫങ്ഷൻസ്. പല കൺട്രോൾസിനും ഫങ്ഷൻസിനും അനുസരിച്ച് എന്ത് ചെയ്യുക, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിന് പല കളറുകൾ ഉപയോഗിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏതൊക്കെ കൺട്രോളാണ്, ഫങ്ഷൻസൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. And the associated earth and neutral conductor should be routed close to the respective live conductors to avoid undue loop resistance. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ലൂപ്പ് റെസിസ്റ്റൻസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുന്ന അതാത് ലൈവ് കണ്ടക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റേതായ എർത്തും ന്യൂട്രലും കണക്ഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അവിടെ എവിടെയായിട്ട് കൊടുക്കാതെ അതാത് ലൈൻ കണ്ടക്ടേഴ്സിൻ്റെ അടുത്തടുത്തായിട്ട് തന്നെ അതിൻ്റെ എർത്ത് ആൻഡ് ന്യൂട്രൽ കണ്ടക്ടറും കൂടെ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയാകുമ്പം അനാവശ്യമായിട്ട് വരുന്ന റെസിസ്റ്റൻസുകൾ, നമുക്ക് ലൂപ്പ് റെസിസ്റ്റൻസുകൾ ഒഴിവാക്കാൻ സാധിക്കും. Then bunching and tying. Run the wires in horizontal and vertical lines. Avoid the diagonal runs as possible. അത് പറഞ്ഞ പോലെ തന്നെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കലായിട്ട് നമ്മൾ വയറുകൾ വലിക്കാൻ നോക്കുക. ഡയഗണലായിട്ട് വലിക്കാതെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കലായിട്ട് ലൈനുകൾ വലിക്കാൻ നോക്കുക. യൂസസ് ഓഫ് സ്പ്രിംഗ് കേജ് ടെർമിനൽസ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാൻഡേർഡ് സ്ക്രൂ ടെർമിനൽസ് ക്യാൻ റെഡ്യൂസ് ടെർമിനേഷൻ എറർ. ഇപ്പോൾ നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് സ്ക്രൂ യൂസ് ചെയ്യുന്ന സമയത്ത് ടെർമിനേഷനിൽ കണക്ഷൻ ആയോ ഇല്ലയോ എന്നുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ടെർമിനേഷൻ എററൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, സ്പ്രിംഗ് കേജ് ടെർമിനൽസ് യൂസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്പ്രിംഗ് കേജ് ടെർമിനൽസ് യൂസ് ചെയ്യുക. All the terminals, wires and components should have identification marks and labels. എല്ലാ ടെർമിനൽസിനും വയേഴ്സിനും കമ്പണൻസിനും എല്ലാം എന്ത് ചെയ്യുക, ഐഡൻറ്റിഫിക്കേഷൻ മാർക്സും ലേബിൾസും കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ അത് പിന്നീട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും ഇത് ഏതൊക്കെ ഏതിൻ്റെയാണ് എന്നുള്ള കൺഫ്യൂഷൻ വരില്ല. If possible, the power and control wiring should be run in separate raceway or cable management to reduce the radio interference, troubleshooting time and make future alterations easier. ഇനി എന്ത് ചെയ്യുക, കഴിയുന്നെങ്കിൽ പവർ ആൻഡ് കൺട്രോൾ വയറിങ്ങിന് നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് റേസ് വേയിൽ റൺ ചെയ്യാൻ നോക്കുക. അങ്ങനെയാകുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണം, റേഡിയോ ഇൻ്റർഫറൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരേപോലത്തെ വയറുകൾ ഒരുമിച്ച് വരുന്ന സമയത്ത് അവിടെ റേഡിയോ ഇൻ്റർഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും. ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് ടൈം, എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ട്രബിൾ ഷൂട്ടിങ്ങിന് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആൻഡ് മേക്ക് ഫ്യൂച്ചർ ഓൾട്രേഷൻസ് ഈസിയർ. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഓൾട്രേഷൻസ് ഒക്കെ വരുത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അതും എളുപ്പമായിട്ട് വരും. ലാസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളെല്ലാം കഴിഞ്ഞു, ലേ ഔട്ട് എല്ലാം പ്രിപ്പയർ ചെയ്തു, എക്യുപ്മെൻറ്റ്സ് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ സപ്ലൈ കൊടുക്കുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം, ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യണം. അതായത് ബിഫോർ എനർജൈസിങ് ദ കൺട്രോൾ പാനൽ ഓൾ നെസസറി ടെസ്റ്റ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ലൈക്ക് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, എർത്ത് കണ്ടിന്യൂറ്റി ആൻഡ് എർത്ത് സൗണ്ട്നെസ് എക്സെട്ര. എർത്ത് എല്ലാം പ്രോപ്പറായിട്ടാണോ കണക്ട് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് നോക്കുക, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും എനർജൈസ് ചെയ്യുന്നതിൻ്റെ മുമ്പേ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടക്ട് ചെയ്യണം. ദെൻ സപ്ലൈ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസീസ് ആർ ഓൾസോ ടു ബി ചെക്ക്ഡ്. അതിൻ്റെ സപ്ലൈ വോൾട്ടേജും ഫ്രീക്വൻസിയൊക്കെ പ്രോപ്പറാണോ, അതിന് പ്രോപ്പർ ഫ്രീക്വൻസി ആണോ, ഡീവിയേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യണം.